ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന കുറവ് യുഡിഎഫിന് തിരിച്ചടിയാകുമെന്ന് ആറ്റിങ്ങൽ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻ. ഇത്തവണ സിപിഎമ്മിനോടുള്ള അമർഷം രാഷ്ട്രീയ വോട്ടായി പ്രതിഫലിക്കുമെന്നും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ലഭിച്ച അനുകൂല തരംഗം വിധിയെഴുത്തിൽ ഉണ്ടാകുമെന്നും വി മുരളീധരൻ അമൃത വാർത്തകളോട് പറഞ്ഞു. അന്തിമ കണക്കുകൾ വന്നിട്ടില്ലെങ്കിലും പ്രാഥമികമായ ഒരു വിലയിരുത്തലിൽ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവ് തന്നെയാണ് പലയിടങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലടക്കം ഇത് പ്രകടമായി കാണുന്നു. എന്തായാലും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻ ചേർന്നു. നിലവിൽ പോളിംഗ് ശതമാനത്തിൽ ഒരു നേരിയ ഇടിവ് പ്രകടമാണ് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണ പതിവിൽ നിന്ന് കൂടിയപ്പോൾ അത് ആരെയാണോ അനുകൂലമായിട്ട് മാറിയത്, ആർക്കാണോ അനുകൂലമായി മാറിയത് അവർക്കാണ് പ്രതികൂലമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അനുകൂലമായത് കഴിഞ്ഞ തവണ യുഡിഎഫിനാണ്. അപ്പോൾ അത് ഇത്തവണ അവർക്ക് പ്രതികൂലമാവാൻ സാധ്യതയുണ്ട്. അവർക്ക് പ്രതികൂലമാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എൽഡിഎഫിന് അനുകൂലമല്ല, അത് ബിജെപിക്ക് അനുകൂലമാവും. നിലവിൽ ഇങ്ങനൊരു സാഹചര്യം, അതായത് പോളിംഗ് ശതമാനത്തിൽ ഒരു ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും ഇത്തവണയുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നതിനപ്പുറം വരുമ്പോൾ ഒരു താരതമ്യ പഠനം നടത്തുന്നതിനും അപ്പുറം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏറ്റക്കുറച്ചിൽ എങ്ങനെയാണ് അത് പ്രതികൂലമാകുക, അല്ലെങ്കിൽ ഒരു എങ്ങനെയായിരിക്കും ഒരു പ്രതീക്ഷ വെച്ചുള്ളത്? അല്ല, ഏറ്റക്കുറച്ചിലിന്റെ ഒറ്റ കാര്യമുള്ളൂ. അതായത് ബിജെപി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അതിനു മുൻപുള്ള തവണയേക്കാൾ വളരെ ഇംപ്രൂവ് ചെയ്തു. ബിജെപിയുടെ സ്വാധീനം പ്രകടമായിട്ട് വന്നു. നരേന്ദ്രമോദി സർക്കാർ 10 വർഷം പൂർത്തിയാക്കുന്നു എന്നുള്ള വലിയൊരു അനുകൂലമായിട്ടുള്ള ഘടകമുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രയോജനം ആറ്റിങ്ങലിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള പ്രദേശങ്ങളിലൊന്നാണ്. അപ്പോൾ അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്കും ബിജെപിക്കും അനുകൂലം. അടിയൊഴുക്കുകളുടെ ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണോ ഇത്തരത്തിലൊരു പ്രകടമായ ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു പോളിംഗ് ശതമാനത്തിൽ ഒരു കുറവ് വരാനൊരു സാഹചര്യം? അടിയൊഴുക്കല്ല, വളരെ പ്രകടമായിട്ടുള്ള ഒരു വികാരമാണ് ബിജെപിക്ക് അനുകൂലമായിട്ടുള്ളത്. നിലവിൽ ഇന്ന് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഒരു അനിഷ്ട സംഭവം ഒഴിച്ചാൽ നെടുമങ്ങാട് നടന്ന അനിഷ്ട സംഭവം എന്താണ് അതിനൊരു, എങ്ങനെയാണത് ബൂത്ത് ലെവൽ ഓഫീസർ അടക്കമാണ് ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കാനും അവരുടെ സ്വാധീനത്തിലാക്കാനും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടി മൌനാനുവാദത്തോടുകൂടി ശ്രമിക്കുന്ന പഴയ പതിവ് അപൂർവം ചില സ്ഥലങ്ങളിലെങ്കിലും ഇപ്പോഴും തുടരുന്നു എന്നാണ് അത് വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമാണ് ഈ നെടുമങ്ങാട് നടന്നിട്ടുള്ള സംഭവം. അവിടെ പോളിംഗ് ഓഫീസറും സെക്ടർ ഓഫീസറുടെയും ഒക്കെ മൌനാനുവാദം ഈ കാര്യത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. ഞാനത് രേഖാമൂലം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വോട്ട് ശതമാനത്തിൽ ഒരു നേരിയ കുറവ് ഒരു ആത്മവിശ്വാസം തന്നെയാണ് നൽകുന്നത്. തീർച്ചയായിട്ടും 100%. ക്യാമറമാൻ പ്രേമിനൊപ്പം കെ ബി ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.